ഉള്ളത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന് UDF. ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലെത്തി നിയുക്ത MPയെ കണ്ടു. സഹായം വൈകുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ കുറ്റക്കാരാണെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ പ്രിയങ്ക ഗാന്ധിയെ മുൻനിർത്തിയാകും UDF സമരം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കുന്ന ആദ്യ വിഷയം വയനാട് ധനസഹായമായിരിക്കുമെന്ന് KC വേണുഗോപാൽ. ഇതുപോലെ ഒരു വലിയ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ യാതൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായി ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ്. ഇതിനകത്ത് പാർലമെന്റ് സമ്മേളനത്തിൽ ഉറപ്പാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ ഇന്റർവെൻഷൻ വയനാട് തന്നെയായിരിക്കും, വയനാട്ടിലെ ഇഷ്യൂ ആയി. ദില്ലിയിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ചർച്ച നടത്തി. നേതാക്കൾ പ്രിയങ്കയ്ക്ക് വിജയപത്രം കൈമാറി. രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച പദ്ധതികളും കേന്ദ്ര സഹായം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും പ്രിയങ്ക തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു. വയനാട്ടിൽ നിന്നുള്ള UDF പ്രതിനിധി സംഘം നാളെ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും പങ്കെടുക്കും. ഈ മാസം 30-ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. റിപ്പോർട്ടർ, ദില്ലി.